ഇനിയും വരാൻ പോകുന്ന 10 വർഷത്തിനകത്ത് കാതലായ മാറ്റങ്ങളാണ് സാമൂഹിക വ്യവസ്ഥിതികളിലൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. നമ്മൾ അഗ്രേറിയൻ റെവല്യൂഷൻ, അതായത് അഗ്രികൾച്ചർ റെവല്യൂഷൻ, നമ്മൾ നദീതടങ്ങൾ ഒരു വാൻഡറേഴ്സ് ആയിരുന്നു. നമ്മൾ ഒരു നദീതടങ്ങളിൽ അഗ്രികൾച്ചർ വന്നപ്പോൾ സെറ്റിൽ ചെയ്ത് അവിടെ വളർന്ന് നമ്മൾ അത് കഴിഞ്ഞ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോഴത്തേക്കും പല സ്ഥലങ്ങളിലേക്ക് പറിച്ചു വിട്ടു. അത് കഴിഞ്ഞ ശേഷം 1995 ശേഷം ടെക്നോളജിക്കൽ റെവല്യൂഷൻ വന്നപ്പോൾ സമൂഹം വളരെയധികം ചേഞ്ചായി. ഇനിയും വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു യുഗം, അല്ലെങ്കിൽ വളരെയധികം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു സംഭവം, കൂടുതൽ ആൾക്കാർ പണി ചെയ്യേണ്ടാത്ത ഒരു യുഗത്തിലേക്കാണ് നമ്മൾ വരുവാൻ പോകുന്നത്. അപ്പം നമ്മുടെ യുഗത്തിൽ എലോൺ മസ്കിന്റെ അഭിപ്രായത്തിൽ, എലോൺ മസ്ക് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ്. അദ്ദേഹത്തിന്റെ ബ്രദറും കോടീശ്വരനായ, കൂടെയുള്ള ഷെയർ ഹോൾഡേഴ്സിൽ 10-11 പേരും വളരെയധികം കോടീശ്വരന്മാരായിട്ടുണ്ട്. ബില്യനേഴ്സും ഒക്കെ ആയിട്ടുണ്ട്. അത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ ഡെവലപ്മെന്റ്, അദ്ദേഹത്തിന്റെ സ്പേസ് എക്സ് എന്നുള്ള കമ്പനി, അതുപോലെ മറ്റ് വേറെ കാറുകൾ ഉണ്ടാക്കുന്ന മറ്റ് കമ്പനികൾ, ഇതെല്ലാം ചേർന്നാണ് അദ്ദേഹത്തിന്റെ ആസ്തി മൂല്യം ഉണ്ടാക്കുന്നത്. മറ്റു മനുഷ്യർ ചിന്തിക്കുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് ചെറുപ്പത്തിൽ മുതൽ 54 വയസ്സേ അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹം ഇനിയും വരുന്ന 19 വർഷം അമേരിക്കയുടെ പ്രസിഡന്റ് പോലും ആകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇനിയിപ്പോൾ വരുന്ന യുഗത്തിൽ എല്ലാവരും അധ്വാനിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർക്കെല്ലാം ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ ഞങ്ങൾ തന്നെ ഒരു പെൻഷൻ കൊടുക്കാം എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. കാരണം കൂടുതൽ ആൾക്കാർ പണി ചെയ്യേണ്ടാത്ത ഒരു യുഗത്തിലേക്കാണ് വരുന്നത്. കോളേജുകളിൽ അപ്രത്യക്ഷമാകും, സ്കൂളുകളിൽ അപ്രത്യക്ഷമാകും, ഓൺലൈനിൽ കൂടെ പഠിപ്പിക്കാം എന്നൊക്കെയുള്ള സിദ്ധാന്തങ്ങളാണ്. അപ്പോൾ നമ്മുടെ കിട്ടിയിരിക്കുന്ന സ്കൂളുകളും കോളേജുകളും എല്ലാം അപ്രസക്തമാകും. ഇപ്പോൾ ഓക്സ്ഫോർഡിൽ ഒരു പ്രൊഫസർ വന്ന് നിങ്ങളുടെ നെറ്റിന് മുമ്പിൽ ക്ലാസ് എടുക്കുമ്പോൾ ഒരു സാധാ ഒരു സ്കൂളിലെ ടീച്ചർക്കോ അല്ലെങ്കിൽ ഒരു പ്രൊഫസർക്കോ എന്ത് സ്ഥാനമാണ്? അദ്ദേഹം വളരെ അപ്ഡേറ്റഡ് ആയിട്ട് ഓക്സ്ഫോർഡിൽ ഒരു ക്ലാസ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ മൊത്തത്തിൽ ഉടച്ചു വാർക്കുന്ന രീതിയിലാവും. അത് എല്ലാ രംഗത്തെയും അത് അഫക്റ്റ് ചെയ്യപ്പെടും. നമ്മൾ തൊഴിലിടങ്ങളെ അത് ഒരുപാട് ബാധിക്കും. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ നമ്മളൊരു ഫാക്ടറിയിൽ പോയി ജോലി ചെയ്യുന്നു. ടെക്നോളജിക്കൽ റെവല്യൂഷനിൽ നമ്മൾ ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നെങ്കിൽ അതൊക്കെ ഇനി മാറും. എല്ലാം വീടിൻ്റെ എൻവയറമെൻറ്റിലൊക്കെ എല്ലാവരും പണിയേണ്ട കാര്യമില്ല. ഇതെല്ലാം മെഷീൻസ് ടേക്ക് ഓവർ ചെയ്യും. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഫ്ലിപ്കാർട്ടുകളും അതുപോലെ ആമസോണും ഒക്കെയുള്ള കമ്പനികളിൽ നിന്നൊക്കെ 10 ലക്ഷത്തോളം ആൾക്കാരെ പിരിച്ചുവിടും. വലിയ തൊഴിൽദാതാക്കളാണ്. ഇവിടെയൊക്കെ ഗോഡൌണിൽ, ഫ്ലിപ്കാർട്ടിൻ്റെ ഗോഡൌണിൽ 10-12 ലക്ഷം പേര് അടുക്കാനും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം റോബോട്ടുകളൊക്കെ കൈയടക്കും. അതാണ് ഒരു പ്രവചനം. അപ്പോഴത്തേക്ക് ഇവർക്കെല്ലാം തൊഴിലില്ലാതെ വരുമ്പോഴത്തേക്ക് ഇവർക്കെല്ലാം ഒരു തൊഴിലില്ല. വാൾമാർട്ട് തന്നെ ഏറ്റവും വലിയൊരു എംപ്ലോയറാണ് അദ്ദേഹം. അവിടുന്ന് ഒരുപാട് പേരെ നിഷ്കാസനം ചെയ്യും. കടകളിൽ നിന്നും ആൾ വേണ്ടാത്ത കടകൾ വരും, ആരുമില്ലാതെ ഓടുന്ന ട്രെയിനുകൾ വരും, ഒരു റിമോട്ടായിട്ട് ഓടുന്ന കാറുകൾ വരും, പറക്കുന്ന കാറുകൾ വരും. ഇതെല്ലാം വരുന്ന ഒരു 10 വർഷത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അണിയറയിൽ ഇതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ്, അതായത് വളരെ ഫാസ്റ്റായിട്ട് ഒരു സ്ഥലത്തു നിന്ന് ഒരു വാക്കത്തിൽ കൂടെ ഓടുക. നമുക്ക് രാവിലെ ഇവിടുന്ന് പാകിസ്ഥാനിൽ പോയി പണിയെടുത്തിട്ട് വൈകിട്ട് തിരിച്ച് വീട്ടിൽ വരാൻ തരുന്ന ഹൈപ്പർ ലൂപ്പിൻ്റെ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഗതാഗത സംവിധാനങ്ങൾ, വാർത്താവിനിമയ സംവിധാനങ്ങൾ എല്ലാം അടിമുടി മാറുകയാണ്. അപ്പോഴത്തെ 10 വർഷത്തിനകത്ത് മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ അത് യുദ്ധം ചെയ്യാൻ ഭടന്മാർ പോലും റോബോട്ടുകളാവുന്നുണ്ട്. 10-25